നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേഡകത്ത് തമിഴ്നാട് സ്വദേശിയുടെ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ബേഡകത്ത് പലചരക്ക് കട നടത്തുന്ന മുന്നാട് പേരിയയിലെ രമിതയാണ് മരിച്ചത്. ഒരാഴ്ച മുമ്പാണ് യുവതിയെ തിന്നറൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. വേനൽ മഴയ്ക്കൊപ്പം ശക്തമായി വീശിയടിച്ച കാറ്റിൽ കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടം. ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. സമവായത്തിന്റെ രാമനായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമനെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ തടിയൻകോവൽ മനീഷ തിയേറ്റേഴ്സിനായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസിന് ഏപ്രിൽ 17 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. തുടി സാംസ്കാരിക വേദിയുടെ 10ാം വാർഷികാഘോഷം അംബേദ്കർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തുടി കൺവീനർ ഡോക്ടർ യു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. റിട്ടയർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രദേഴ്സ് ക്ലബ് ഉദയനഗറിലെ യുവാക്കൾ വ്യത്യസ്തവും അന്യവുമാവുന്ന കൃഷ്ണവേഷം ധരിച്ച് വിഷുദിനത്തിൽ വീടുകൾ സന്ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബേഡകത്ത് തമിഴ്നാട് സ്വദേശിയുടെ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ബേഡകത്ത് പലചരക്ക് കട നടത്തുന്ന മുന്നാട് പേരിയയിലെ രമിതയാണ് മരിച്ചത്. ഒരാഴ്ച മുമ്പാണ് യുവതിയെ തിന്നറൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. ബേഡകത്ത് തമിഴ്നാട് സ്വദേശി തിന്നറൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കവേ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ബേഡകത്ത് പലചരക്ക് കട നടത്തുന്ന മുന്നാട് പേരിയയിലെ രമിതയാണ് മരിച്ചത്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം. രമിതയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ ഒരുമിച്ച് പണം സ്വരൂപിച്ചു വരുമ്പോഴാണ് മരണം. തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതമാണ് യുവതിയെ തിന്നറൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. രമിതയുടെ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കട നടത്തിപ്പുകാരനാണ് രാമാമൃതം. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. രാമാമൃതം മദ്യപിച്ച് കടയിൽ വന്ന പ്രശ്നമുണ്ടാക്കുന്നത് രമിത കെട്ടിട ഉടമസ്ഥനോട് പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് രാമാമൃതത്തോട് കടമുറി ഒഴിയാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടതിലെ വിരോധത്തിലാണ് യുവതിയെ കൊല്ലാൻ ശ്രമിച്ചത്. കടമുറിയിൽ ഇരിക്കുകയായിരുന്ന രമിതയ്ക്ക് നേരെ രാമാമൃതം കുപ്പിയിൽ കരുതിയ തിന്നറൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പൊള്ളലേറ്റ് അത്യാസന്ന നിലയിലായിരുന്ന യുവതിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മുന്നാട്. വേനൽ മഴയ്ക്കൊപ്പം ശക്തമായി വീശിയടിച്ച കാറ്റിൽ കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടം. ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. കാസർഗോഡിന്റെ മലയോര മേഖലയിൽ പെയ്ത വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം. പാലാവയൽ, ഓടക്കൊല്ലി, മലാങ്കടവ്, തയ്യേനി എന്നീ മേഖലയിലാണ് നാശനഷ്ടം ഏറെയും. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. പലയിടത്തും വ്യാപകമായ കൃഷിനാശമുണ്ടായി. വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചു. നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മലയോര മേഖലയിൽ 4 മണിക്കൂറിലേറെയാണ് കനത്ത മഴ പെയ്തത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ന്യൂസ് ബ്യൂറോ, ചിറ്റാരിക്കൽ. സമവായത്തിന്റെ രാമനായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമനെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. തൃക്കരിപ്പൂർ തടിയൻകോവൽ മനീഷ തിയേറ്റേഴ്സിനായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാപ്രവർത്തനത്തിലൂടെ സമൂഹത്തിലേക്ക് ഒരു സംഭവത്തെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ കോലാഹലമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം വളരെ വലുതാണെന്ന് സ്പീക്കർ പറഞ്ഞു. ദൈവങ്ങളെപ്പോലും വിമർശിക്കുന്ന നാടാണ് കേരളവും അതുൾപ്പെടുന്ന ഇന്ത്യയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ ഒരു കലാപ്രവർത്തനത്തിലൂടെ ഒരു സിനിമ, ഒരു രാഷ്ട്രീയം പറഞ്ഞു, രാഷ്ട്രീയമല്ല സത്യസന്ധമായ കാര്യം പറഞ്ഞു. ഗുജറാത്തിലെ നരകത്തെ കുറിച്ച് അവർ ഗുജറാത്തിൽ നമുക്ക് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് ജനോസൈഡ് എന്നാണ്. ആ ഘട്ടത്തിൽ ഗുജറാത്തിലെ കലാപത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ജനോസൈഡ്.
ജനോസൈഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ തന്നെ പോയി ഇംഗ്ലീഷ് അർത്ഥം തേടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെലിബറേറ്റ് കില്ലിംഗ് ഓഫ് എ റേസ് എന്നാണ്. ഒരു ബോധപൂർവ്വം ഒരു മതവിഭാഗത്തെ കൊന്നെടുക്കുന്ന പ്രക്രിയ. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിനിമാ താരം നിഖില വിമൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭാരത് ഭവൻ നെടുമുടി വേണു സ്മാരക പുരസ്കാരം നേടിയ ഉദിനൂർ ബാലഗോപാലൻ, എഞ്ചിനീയർ A മാധവൻ എന്നിവരെ ആദരിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ, ജനറൽ കൺവീനർ CV ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം T വിജയലക്ഷ്മി, കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി A ബാബുരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാടൊന്നാകെ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തിയേറ്റർ സ്പോർട്സ് കൺവീനർ AP രാജേഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാത്രി കണ്ണൂർ മയിൽ അദീന നാടക നാട്ടറിവ് വീട് നേതൃത്വത്തിൽ നാട്ടുമൊഴി നാടൻപാട്ടുമേള അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസിന് ഏപ്രിൽ 17 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസിന് ഏപ്രിൽ 17 തുടക്കമാവും. 17 മുതൽ 21 വരെ തീയതികളിലായാണ് മഖാമുറൂസ് നടക്കുന്നത്. ഏപ്രിൽ 17 സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. മുനീർ ഫൈസി ഇർഫാനി പ്രഭാഷണം നടത്തും. നൌഷാദ് ബാഗവി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തും. 18 മുനീർ ഹുദവി വിളയിൽ മതപ്രഭാഷണം നടത്തും. 19 പേരോട് മുഹമ്മദ് അസ്ഹരി മതപ്രഭാഷണം നടത്തും. 20 ജില്ലാതല മാപ്പിളപ്പാട്ട് മത്സരം നടക്കും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുംകൈ നിർവഹിക്കും. EP അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും. 21 മൗലീദ് പാരായണവും കൂട്ടുപ്രാർത്ഥനയും നടക്കും. സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ അഹ്ദൽ തങ്ങൾ മുത്തന്നൂർ നേതൃത്വം നൽകും. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനം പിടിച്ചു ചേർത്തിട്ടുള്ളത്. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ നാനാജാതി മതസ്ഥരുടെയും സംഗമ കേന്ദ്രമായ ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ വർഷം തോറും നടത്തി വരാറുള്ള മഹത്തായ ഉറൂസ് 2025 ഏപ്രിൽ 17, 18, 19, 20, 21 വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ അതിവിപുലമായ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് കമ്മിറ്റി പാറപ്പള്ളി പ്രസിഡന്റ് ഹാജി K അബൂബക്കർ മാസ്റ്റർ, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ സാലിഹ് വൈറ്റ് ഹൌസ്, ജനറൽ കൺവീനർ KM അബ്ദുൾ റഹ്മാൻ, ട്രഷറർ മുനമ്പം മഹ്മൂദ് ഹാജി, വൈസ് ചെയർമാൻ A ഉമ്മർ പാറപ്പള്ളി, കൺവീനർ TK ഇബ്രാഹിം, ചെയർമാൻ TM നാസർ, കൺവീനർ ഹമീദ് ഹാജി കാലിച്ചാമ്പാറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുടി സാംസ്കാരിക വേദിയുടെ 10ാം വാർഷികാഘോഷം അംബേദ്കർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തുടി കൺവീനർ ഡോക്ടർ U ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് 10ാം വാർഷികത്തിന്റെ ഭാഗമായി അംബേദ്കർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടന്ന ക്വിസ് മത്സരം തുടി കൺവീനർ ഡോക്ടർ U ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് നമുക്കൊരു ഭരണഘടന ഉണ്ടായത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ. അതിൻ്റെ പിന്നിൽ അദ്ദേഹം ആർജിച്ചെടുത്ത അറിവുകളാണ്. അദ്ദേഹം കേവലം ഒരു വിഷയത്തിൽ മാത്രമല്ല, സാമ്പത്തിക ശാസ്ത്രം, ആന്ത്രോപോളജി, ഹിസ്റ്ററി, നിയമം, ഇംഗ്ലീഷ് ഭാഷ, അതുപോലെ പലതരത്തിലുള്ള വിഷയങ്ങളിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. ചെയർമാൻ കമലാക്ഷൻ മാസ്റ്റർ കാക്കോൽ അധ്യക്ഷനായി. ജയചന്ദ്രൻ മാസ്റ്റർ ക്വിസ് മാസ്റ്ററായി. വിജയികൾക്ക് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ സാമ്പത്തിക വിഭാഗം അധ്യാപകൻ ഡോക്ടർ രതീഷ് സമ്മാന വിതരണം നടത്തി. ട്രഷറർ മോഹനൻ കോട്ടപ്പാറ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. റിട്ടയർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഉദ്ഘാടനം നിർവഹിച്ചു.
സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. മാവുങ്കൽ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും വിരമിച്ചവരുടെയും ജില്ലയിലെ കൂട്ടായ്മയാണ് സോൾജിയേഴ്സ് ഓഫ് KL-14. ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് നിർവഹിച്ചു. एक चीज बताना चाहता हूं, मैं पूरे देश में घूमता हूं, आप भी अपने कैरियर की तैयारी कर रहे हो, लेकिन आपका पर्पज क्या है? आप मेडिकल में जा रहे हैं, आप इंजीनियरिंग में जा रहे हैं, आप एजुकेशनल में जा रहे हैं, तो उसका पर्पज क्या है? लाइफ ऑफ पर्पज, जैसे एक सैनिक का लाइफ ऑफ पर्पज होता है, भारत के 140 करोड़ लोगों को चैन की नींद सुलाना. പ്രസിഡന്റ് ഇ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA, സൊസൈറ്റി സെക്രട്ടറി ജയൻ പൊന്നൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, VV സന്തോഷ്, വിരമിച്ച സൈനികരായ പി ദാമോദരൻ, കെ നാരായണൻ നായർ, PV മനീഷ്, പ്രസന്ന ഇടയിലം, വാർഡംഗം പി സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പഴമയുടെ വിഷു വിളിച്ചോതുന്ന തരത്തിൽ ഒരു വിഷു കാഴ്ചയാണ് ഇനി. ബ്രദേഴ്സ് ക്ലബ് ഉദയനഗറിലെ യുവാക്കളാണ് വ്യത്യസ്തവും നമുക്ക് അന്യമാവുകയും ചെയ്യുന്ന വിഷുദിനത്തിൽ കൃഷ്ണവേഷം ധരിച്ച് വീടുകളിൽ സന്ദർശനം നടത്തിയത്. വിഷുദിനത്തിൽ കൃഷ്ണവേഷം ധരിച്ചെത്തുന്നത് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ പതിവായിരുന്നു. എന്നാൽ അത് പുതുക്കി എന്ന പോലെ ബ്രദേഴ്സ് ക്ലബ് ഉദയനഗറിൽ ചെറുപ്പക്കാർ കൃഷ്ണവേഷം ധരിച്ച് വീടുകളിൽ സന്ദർശനം നടത്തി. അർജുൻ ഉദയനഗർ, വിഷ്ണു ഉപ്പാട്ടിക്കുഴിയിൽ, വിഷ്ണു, സുരേഷ് വാഴക്കോടൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കൃഷ്ണവേഷം ധരിച്ച് വീടുകളിൽ എത്തിയത്. സുരേഷ് വാഴക്കോടനാണ് കൃഷ്ണവേഷം ധരിച്ചത്. പഴമയുടെ ഗ്രാമപ്രദേശങ്ങളിലെ വിഷു ആഘോഷങ്ങൾ ഒരിക്കൽ കൂടി നമ്മളിലെത്തിക്കുകയാണ് കൃഷ്ണവേഷം ധരിച്ച് വീടുകളിലെത്തുന്ന ഈ ചെറുപ്പക്കാർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പണ്ഡിതനും വ്യാപാര പ്രമുഖനുമായിരുന്ന അതിഞ്ഞാൽ കെക്കേപുരയിൽ ഹസൻ ഹാജിയുടെ ഓർമ്മയ്ക്കായി കുടുംബ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കൂത്തിന്. 10,000 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 3-ാം വാരത്തിൽ പുരസ്കാര സമർപ്പണം നടക്കുമെന്ന് ഭാരവാഹികൾ. പണ്ഡിതനും വ്യാപാര പ്രമുഖനുമായ അതിഞ്ഞാൽ കെക്കേപുരയിൽ ഹസൻ ഹാജിയുടെ ഓർമ്മയ്ക്കായി കുടുംബ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പ്രശസ്ത പണ്ഡിതനും കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ സഹദുൽ ഉലമ AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കൂത്തിന് സമർപ്പിക്കുമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്തമായ പണ്ഡിത കുടുംബമാണ് അതിഞ്ഞാൽ കെക്കേപുര എന്ന് പറയുന്നത്. കാഞ്ഞങ്ങാട്ടെ ഈ മദ്യാനിലെയും മതവിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള കുടുംബമാണ് കെക്കേപുര കുടുംബം. ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യരിൽ പ്രമുഖനാണ് അബ്ദുള്ള മുസ്ലിയാർ. 10,000 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 3-ാം വാരത്തിൽ നടക്കുന്ന ഹസൻ ഹാജി കുടുംബ സംഗമത്തോടനുബന്ധിച്ചായിരിക്കും പുരസ്കാര സമർപ്പണം. ഭാരവാഹികളായ ടി മുഹമ്മദ് അസ്ലം, മാട്ടുമൽ ഹസൻ ഹാജി, M മുഹമ്മദ് കുഞ്ഞി മുഫീദ, ഷബീർ ഹസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്ന രസിക ശിരോമണി കോമൻ നായർ പുരസ്കാരം ജയചന്ദ്രൻ തകഴിക്കാരന്. ഏപ്രിൽ 18-ന് ഇ ചന്ദ്രശേഖരൻ MLA പുരസ്കാര സമർപ്പണം നടത്തും. തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രസിക ശിരോമണി പുരസ്കാരം ഇത്തവണ ജയചന്ദ്രൻ തകഴിക്കാരൻ സ്വന്തമാക്കി. രാജ്മോഹൻ നീലേശ്വരം, EV ഹരിദാസ്, ഉദയൻ കുണ്ടംകുഴി എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഏപ്രിൽ 18-ന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരൻ ജയചന്ദ്രൻ തകഴിക്കാരന് പുരസ്കാരം സമ്മാനിക്കും. എല്ലാ വർഷവും നൽകി വരുന്ന നമ്മുടെ വടക്കേ മലബാറിലെ നാടകരംഗത്തെ പ്രതിഭ എന്ന് തന്നെ പറയാവുന്ന രസിക ശിരോമണി കോമൻ നായരുടെ പേരിലുള്ള നാടകരംഗത്തെ സമഗ്ര സംഭാവന എല്ലാ രീതിയിലുള്ള
കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ജെസിക ശിരോമണി കോമന്നാർ അവാർഡ്, അതുപോലെ തന്നെ തിയേറ്റർ ഗ്രൂപ്പിന്റെ വർഷത്തോളം നടക്കുന്ന കുട്ടികളുടെ നാടക ക്യാമ്പ്, ഇത് രണ്ടും ഈ വർഷം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രസംഗങ്ങൾ നമ്മൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. തിയേറ്റർ ഗ്രൂപ്പ് കാഞ്ഞങ്ങാട് ശോഭന ക്ലബ് രാമണേശ്വരം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രാമണേശ്വരത്ത് വെച്ച ഏപ്രിൽ 18, 19, 20 തീയതികളിൽ നടക്കുന്ന തിങ്കളും താരങ്ങളും നാടക ക്യാമ്പിനോടനുബന്ധിച്ചാണ് അവാർഡ് വിതരണം ചെയ്യുക. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ എൻ മണിരാജ്, കെ വി കൃഷ്ണൻ, സി നാരായണൻ, വിനീഷ് ബാബു, സി കെ ശശി നമ്പ്യാർ, രവീന്ദ്രൻ നീലേശ്വരം, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഖത്തർ KMCC മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച നാട്ടൊരുമ സംഗമം ശ്രദ്ധേയമായി. ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായാണ് നാട്ടൊരുമ സംഗമം സംഘടിപ്പിച്ചത്. ഖത്തർ KMCC മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച നാട്ടൊരുമ സംഗമം ശ്രദ്ധേയമായി. ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നാട്ടൊരുമ സാമൂഹിക ചിന്തകളിലേക്കും പുതിയ ദിശകളിലേക്കും സമൂഹത്തെ നയിച്ചു. സമൂഹത്തെ ക്ഷയിപ്പിക്കുന്ന മഹാവിപത്തായ ലഹരി ഉപയോഗം ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ നവബോധം എന്ന പേരിൽ വലിയ തലത്തിലേക്ക് KMCC മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമിട്ടു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത് ക്യാമ്പയിൻ ആരംഭിച്ചു. ഖത്തർ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആദം കുഞ്ഞി തളങ്കര ഉദ്ഘാടനം ചെയ്തു. മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ കടവത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ എരിയാൽ സ്വാഗതം പറഞ്ഞു. അലി ചെരൂർ, ഷാനിഫ് പൈക്ക, ഹാരിസ് എരിയാൽ, ഷഫീഖ് ചെങ്കള, ജാഫർ കല്ലങ്കടി, നവാസ് ആസാദ് നഗർ, റഹീം ചൌക്കി, KB റഫീഖ്, ഹമീദ്, ഹാരിസ് ചൂരി, റിയാസ് മാന്യ, ഷരീഫ്, നൌഷാദ്, റഹീം, അക്ബർ, സിദ്ദിഖ്, റഹീം ബേലൂർ, മാഹിൻ ബ്ലാർക്കോട്, ഷാനവാസ് തളങ്കര, മുഹമ്മദ് കുഞ്ഞി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അറിവിന്റെ വെളിച്ചമേകുന്ന പുസ്തകങ്ങൾ കണിയായൊരുക്കി വണ്ണാർവയലിലെ P. കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം. മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട വിവിധ മേഖലയിലെ പുസ്തകങ്ങളാണ് വിഷുക്കണിയിൽ ഇടം നേടിയത്. അറിവിന്റെ വെളിച്ചമേകുന്ന പുസ്തകങ്ങൾ കണിയായൊരുക്കി വണ്ണാർവയലിലെ P. കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം. മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട വിവിധ മേഖലയിലെ പുസ്തകങ്ങളാണ് വിഷുക്കണിയിൽ ഇടം നേടിയത്. മഹത്ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും പുസ്തകക്കണിയിൽ ഒരുക്കി. മഹാകവി കുമാരനാശാന്റെയും വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെ കൃതികൾ വിഷുക്കണിയായി കണ്ട കുട്ടികൾക്ക് കഥനീട്ടമായി നൽകി. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ മകൻ V. രവീന്ദ്രൻ നായരാണ് കുട്ടികൾക്ക് OV വിജയന്റെ കടൽ തീരത്ത് എന്ന കഥ കൈനീട്ടമായി നൽകിയത്. ഇന്നത്തെ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ മുമ്പിലാണ് ആ വീട്. അത് കന്യാധീനപ്പെട്ടുപോയി. അന്ന് കാലത്ത് കേളുനായരുടെ മകനുണ്ടായിരുന്നു, ദാമോദരൻ നായരെന്ന് പറയും. ഗ്രാമീൺ ടൈംസ് ചെയർമാനൊക്കെ ആയിരുന്നു. അദ്ദേഹവും കൃഷ്ണൻ നായരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. വളരെ ചെറുപ്പം തൊട്ടേയാണ്. കൃഷ്ണൻ നായർ അവധിക്കാലം കഴിച്ചു കൂട്ടിയ വെള്ളിക്കൊത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ കുട്ടികളെക്കാൾ അവർ പറയുന്ന വർത്താനം കേൾക്കാൻ വേണ്ടി പോയിരിക്കും. പല പല വിചിത്രമായ പല കാര്യങ്ങളും അനുഭവങ്ങളും. ഗ്രന്ഥാലയത്തിലെ വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായാണ് പുസ്തകക്കണി ഒരുക്കിയത്. കവിയച്ചന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച രവീന്ദ്രൻ നായർ P.യുടെ വിഷുപക്ഷിയുടെ പാട്ട് എന്ന കവിതയും ചൊല്ലി. ചടങ്ങിൽ വായനാ വെളിച്ചം കൺവീനർ ദിവ്യ പ്രമോദ് അധ്യക്ഷയായി. ഡോക്ടർ C. ബാലൻ, P. പത്മനാഭൻ, അനിൽ പുളിക്കാൽ, മാടിക്കാൽ നാരായണൻ, PV ശ്യാമള, കവയത്രി അനുശ്രീ, കരുൺ രവീന്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 E.യുടെ ഗവർണർ KV രാമചന്ദ്രൻ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. വേലാശ്വരത്തിനടുത്ത് പാണംതോട് എന്ന സ്ഥലത്ത് ലയൺസ് ഇന്റർനാഷണലിന്റെ ഹോം ഫോർ ഹോംലെറ്റ് പദ്ധതി പ്രകാരം വെള്ളിക്കുത്ത് വെള്ളൂർ വയൽ സ്വദേശി ഇന്ദുവിന് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, മണപ്പുറം ഫൗണ്ടേഷൻ എന്നിവയുടെ സാമ്പത്തിക സഹകരണത്തോടെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ സ്നേഹഭവനം, മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് തുടങ്ങിയവയുടെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ നിർവഹിച്ചു.
മേലാങ്കോട്ട് ലയൺസ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടന്ന യോഗം വിശിഷ്ടാതിഥി ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. Because now around 6 plus membership growth, there are only 2 now and 18. And I want to especially that a few members to be added so that we will be in the excess subcategory. And the LCS contribution, the president of the employer has come forward to contribute for money of OBC. ക്ലബ് പ്രസിഡന്റ് ശ്യാമപ്രസാദ് പുറവങ്കര അധ്യക്ഷത വഹിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 2 രോഗികൾക്ക് ധനസഹായ വിതരണവും ക്ലബ് ബുള്ളറ്റിനായ ഇൻസ്പയറിംഗ് റോഡ്സ് പ്രകാശനവും ക്ലബിലേക്ക് പുതുതായി അംഗത്വം നേടിയ AV പ്രഭാകരൻ, അജയ്കുമാർ എന്നിവരുടെ ഇൻഡക്ഷൻ മുതലായ കാര്യങ്ങൾ ഗവർണർ നിർവഹിച്ചു. ഹോം ഫോർ ഹോംലെറ്റ് പദ്ധതി പ്രകാരം വീടിന്റെ നിർമ്മാണം സ്വയം ഏറ്റെടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയ ക്ലബ് മെമ്പർ എഞ്ചിനീയർ ബിജു കൃഷ്ണനെ ആദരിച്ചു. സെക്കൻഡ് VDG ടൈറ്റസ് തോമസ്, മുൻ ഗവർണർ കെ ശ്രീനിവാസ് ചേനായി, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ഗംഗാധരൻ പലേരി, ഷാജി ജോസഫ്, പ്രിൻസിപ്പൽ സെക്രട്ടറി സിദ്ധാർത്ഥൻ വണ്ണാറത്ത്, എക്സിക്യൂട്ടീവ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ഗോപി, ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ നായർ, സോൺ റീജിയൻ ചെയർമാൻമാർ, കാഞ്ഞങ്ങാട് ലയൺസ് മുൻ പ്രസിഡന്റുമാർ, മറ്റ് ലയൺസ് ക്ലബ് നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലബ് മുൻ പ്രസിഡന്റ് PV രാജേഷ് സ്വാഗതവും ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് കണ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിൽക്ക് ഇൻസെന്റീവ് വിതരണവും പുതുതായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട മിൽമ ഡയറക്ടർമാരെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. മിൽക്ക് ഇൻസെന്റീവ് വിതരണവും പുതുതായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട മിൽമ ഡയറക്ടർമാരെ അനുമോദിക്കൽ ചടങ്ങും ബളാംതോട് ക്ഷീരസംഘത്തിൽ വെച്ചായിരുന്നു നടന്നത്. കേരള സഹകരണ പാൽ വിപണന ഫെഡറേഷൻ ഡയറക്ടർ PP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട മിൽമ ഭരണസമിതി അംഗങ്ങളെ അനുമോദിക്കൽ വിജയകുമാർ നായർ KN നിർവഹിച്ചു. ബളാംതോട് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് വിജയകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു. ആ കാലഘട്ടത്തിൽ മിൽമയ്ക്ക് ഒട്ടനവധി പുരോഗതികൾ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ നേട്ടമല്ല മിൽമയുടെ നേട്ടം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആര് ഭരിച്ചാലും അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നത് ക്ഷീരമേഖലയിലെ കർഷകരിൽ നിന്നാണ്. ക്ഷീരമേഖല അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ പ്രശ്നം വളരെ വലുതാണ്. മിൽമ ഫാം സപ്പോർട്ട് വിതരണം കെ സുധാകരൻ നിർവഹിച്ചു. മിൽമ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം വി ഷാജിയും, ക്ഷീരവികസന വകുപ്പ് MSDP തൊഴുത്ത് നിർമ്മാണ കറവ പശു യൂണിറ്റ് ധനസഹായ വിതരണം കെ ഉഷയും നിർവഹിച്ചു. ഗോസമൃദ്ധി കാറ്റൽ ഇൻഷുറൻസ് പോളിസി വിതരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ അരുൺ S. അജിത് നിർവഹിച്ചു. കാറ്റൽ ഇൻഷുറൻസ് PTD ക്ലെയിം വിതരണം മേഘ മുരളീധരനും നിർവഹിച്ചു. വേനൽക്കാല കറവ പശു പരിപാലനം എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ S. അജിത് ക്ലാസ് എടുത്തു. CS പ്രദീപ് കുമാർ സ്വാഗതവും സുലേഖ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബളാംതോട്. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ പ്രവർത്തനം ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ പ്രവർത്തനം ആരംഭിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. 11,126 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും മറ്റ് കോർപ്പറേറ്റ് സോഷ്യലിസ്റ്റ് റെസ്പോൺസിബിലിറ്റി CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വിവിധ സ്ഥാപനങ്ങളൊക്കെ കൂടി പരിശ്രമിച്ചെങ്കിലേ ഈ ജില്ലയുടെ പിന്നോക്കാവസ്ഥ മാറ്റാൻ കഴിയും. അതിൽ ആ കമ്മീഷൻ അടിവരയിട്ട് പറയുന്നത് ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥയാണ്. ഗുരുതര രോഗങ്ങൾ ഉൾപ്പെടെ അപകടങ്ങൾക്കും മറ്റ് അടിയന്തര ഘട്ടങ്ങളിലും ജീവൻ രക്ഷിക്കാനുള്ള അത്യാധുനിക സേവനങ്ങൾ ആശുപത്രിയിൽ ലഭ്യമാണ്.
ആധുനിക ഉപകരണങ്ങളും സൗകര്യങ്ങളും സജ്ജീകരിച്ച ആശുപത്രിയിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച വിദഗ്ധരായ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് മെഡിക്കൽ സ്റ്റാഫ് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ സേവനങ്ങൾ ലഭ്യമാണ്. രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ വിനീത് അരവിന്ദ് പറഞ്ഞു. സൺറൈസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ, സൺറൈസ് ഗ്രൂപ്പ് MD പർവീൻ ഹഫീസ്, കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റൽ MD ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ്, ഡോക്ടർ രമ്യ ജെ പ്രസാദ്, ഡോക്ടർ മിഥുൻ, സതീഷ് നമ്പ്യാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്ലൂരാവി അയ്യപ്പ ഭജനമഠത്തിന്റെ ധനശേഖരണാർത്ഥം പുറത്തിറക്കിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് ചടങ്ങും സംസ്ഥാന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഓഫീസറായ H. ദിനേശൻ IAS ആദരിക്കുന്ന ചടങ്ങും നടന്നു. കല്ലൂരാവി അയ്യപ്പ ഭജനമഠത്തിന്റെ ധനശേഖരണാർത്ഥം പുറത്തിറക്കിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് ചടങ്ങും സംസ്ഥാന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഓഫീസറായ H. ദിനേശൻ IAS ആദരിക്കുന്ന ചടങ്ങും നടന്നു. കല്ലൂരാവി അയ്യപ്പ ഭജനമഠത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് സമ്മാന കൂപ്പൺ പുറത്തിറക്കിയത്. ഒന്നാം സമ്മാനമായി ജുപ്പിറ്റർ സ്കൂട്ടറും, രണ്ടാം സമ്മാനമായി ക്ഷേത്ര മാതൃസമിതി സ്പോൺസർ ചെയ്ത ഇലക്ട്രിക് സ്കൂട്ടിയും, മൂന്നാം സമ്മാനമായി ബാലേട്ടൻ വെജിറ്റബിൾ സ്പോൺസർ ചെയ്ത 32-ഇഞ്ച് സ്മാർട്ട് TVയുമാണ് സമ്മാനമായി നൽകുന്നത്. സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഉദ്ഘാടനം സംസ്ഥാന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഓഫീസർ H. ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല രൂപത്തിലൂടെ പ്രവർത്തിക്കുകയും ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രശ്നമില്ലാതെ വളരെ നല്ല രൂപത്തിൽ പോകുന്നൊരു സ്ഥാപനത്തിൻ്റെ ഒരു വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ധനസമ്മാനത്തിലുള്ള ഒരു നറുക്കെടുപ്പാണ്. ഞാനത് മനസ്സിലാക്കുന്നത് വലിയൊരു കൂട്ടായ്മയുടെ പ്രയത്നം കൂടിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഒത്തുചേരുക എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് അടുത്ത ആഴ്ച 19-20 തീയതി ഒരു മുത്തപ്പൻ തെയ്യത്തിൻ്റെ ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭജനമഠം രക്ഷാധികാരി KT സുനിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് സംസ്ഥാന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഓഫീസർ H. ദിനേശൻ IAS കാഞ്ഞങ്ങാട് നഗരസഭ 36-ാം വാർഡ് കൗൺസിലർ 7 സ്റ്റാർ അബ്ദുറഹ്മാൻ പൊന്നാട അണിയിക്കുകയും 35-ാം വാർഡ് കൗൺസിലർ ഫൗസിയ ഷെരീഫ് ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, ഫൗസിയ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ഭജനമഠം ജോയിന്റ് സെക്രട്ടറി NV ബാബു സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ NV ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ജുപ്പിറ്റർ ലഭിച്ചത് 14816 എന്ന നമ്പറുള്ള സമ്മാന കൂപ്പണിനാണ്. രണ്ടാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് 8436 എന്ന നമ്പറിനും, മൂന്നാം സമ്മാനമായ TV 10683 എന്ന നമ്പറിനും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേഡകത്ത് തമിഴ്നാട് സ്വദേശിയുടെ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ബേഡകത്ത് പലചരക്ക് കട നടത്തുന്ന മുന്നാട് പേരിയയിലെ രമിതയാണ് മരിച്ചത്. ഒരാഴ്ച മുമ്പാണ് യുവതിയെ തിന്നറൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. വേനൽ മഴയ്ക്കൊപ്പം ശക്തമായി വീശിയടിച്ച കാറ്റിൽ കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടം. ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. സമവായത്തിന്റെ രാമനായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമനെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ തടിയൻകോവൽ മനീഷ തിയേറ്റേഴ്സിനായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസിന് ഏപ്രിൽ 17 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. തുടി സാംസ്കാരിക വേദിയുടെ 10ാം വാർഷികാഘോഷം അംബേദ്കർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തുടി കൺവീനർ ഡോക്ടർ U. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. റിട്ടയർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രദേഴ്സ് ക്ലബ് ഉദയനഗറിലെ യുവാക്കൾ വ്യത്യസ്തവും അന്യവുമാവുന്ന കൃഷ്ണവേഷം ധരിച്ച് വിഷുദിനത്തിൽ വീടുകൾ സന്ദർശനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.